PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ തുകയിൽ വൻ വർധനവുണ്ടാവുന്ന തരത്തിൽ പുതിയ തീരുമാനവുമായി സർക്കാർ. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത ശേഷം PSC അംഗമോ ചെയർമാനോ ആകുന്നവർക്കാണ് വലിയ തുക പെൻഷനായി ലഭിക്കുക. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത കാലഘട്ടം കൂടി കണക്കാക്കി PSC അംഗങ്ങൾക്ക് പെൻഷൻ നൽകാനാണ് സർക്കാർ ഉത്തരവ്. കടുത്ത സാമ്പത്തിക ബാധ്യതയാകും സർക്കാരിന് ഇതിലൂടെ ഉണ്ടാവുക. നിയമപ്രകാരം സർക്കാർ ജീവനക്കാരനായിരുന്ന ഒരാൾ PSC അംഗമായാൽ അവർ PSC പെൻഷനിലോ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന പെൻഷനിലോ ഒന്നു മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ. ഇതിലാണ് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയത്. ഇനി മുതൽ സർക്കാർ ജീവനക്കാരായിരുന്നവർ PSC അംഗമായാൽ സർക്കാർ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകും. ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ഈ രീതിയിൽ പെൻഷൻ അനുവദിച്ചു നൽകാനാണ് സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത്. മുൻ PSC അംഗമായിരുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ ഉയർന്ന പോസ്റ്റിൽ കൂടുതൽ കാലം സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്തവർക്ക് ലഭിക്കുമായിരുന്നു. അതിനാൽ PSC അംഗമായാലും പലരും PSC പെൻഷന് പകരം സർവീസ് പെൻഷൻ തെരഞ്ഞെടുത്തു. എന്നാൽ ഇപ്പോൾ PSC അംഗങ്ങൾക്കും ചെയർമാനും അടക്കമുള്ള പെൻഷൻ തുക കുത്തനെ ഉയർത്തി. ഇതോടെ മുൻപ് സർവീസ് പെൻഷൻ തെരഞ്ഞെടുത്ത മുൻ PSC അംഗങ്ങളായ P. ജമീല, ഡോക്ടർ ഗ്രീഷ്മ മാത്യു, ഡോക്ടർ K. ഉഷ എന്നിവർ സർവീസ് പെൻഷൻ മാറ്റി PSC പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. കോടതി അനുകൂല വിധി നൽകി. എന്നാൽ സർക്കാർ പെൻഷൻ മാറ്റി നൽകുന്നതിന് പകരം ഒരു പടി കൂടി കടന്ന് സർക്കാർ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകാനാണ് ഉത്തരവിറക്കിയത്. നിലവിലെ ഉയർത്തിയ ശമ്പളം അനുസരിച്ച് 2 ലക്ഷത്തിന് മുകളിൽ 6 വർഷം PSC അംഗമായിരുന്ന ഒരാൾക്ക് ലഭിക്കും. പുതിയ ഉത്തരവ് കൂടി വന്നതോടെ സർക്കാർ ജീവനക്കാരനായ ശേഷം PSC അംഗമായ ഒരാൾക്ക് ഇതിലും ഉയർന്ന പെൻഷൻ ലഭിക്കും.